വാർഡുകളിൽ ലൈബ്രറികൾ പ്രാവർത്തികമാക്കി വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ വളർത്തിയെടുത്ത് അതിനെ നവകേരളത്തിന്റെ അടിത്തറയാക്കണമെന്ന് തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ. പ്രാദേശിക സർക്കാരുകളുടെ വിജ്ഞാന സാംസ്കാരിക നയപരിപാടികളും ലൈബ്രറികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് വേദിയിൽ നടത്തിയ സെമിനാറിലാണ് ഇത്തരമൊരു അഭിപ്രായം രൂപപ്പെട്ടത്. പ്രാദേശിക തലം മുതലുള്ള ഭരണത്തിന്റെ പിന്തുണയ്ക്കായി ഗ്രന്ഥശാല കേന്ദ്രീകൃതമായ വിജ്ഞാന ശൃംഖല ആവശ്യമാണെന്നും അത് നാടിന്റെ പ്രധാന വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കണ്ണൂർ സർവകലാശാല ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ കെ ദിനേശൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലൈബ്രറികളുടെ കണ്ണൂർ ജില്ലയിൽ നമുക്കൊരു മാതൃക സൃഷ്ടിച്ചുകൂടെ? ഇവിടെ നടക്കുന്ന അവതരണങ്ങളും ചർച്ചകളും എല്ലാം തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ബന്ധപ്പെടുന്ന ആളുകൾ, അതായത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ആളുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കില അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്നിരുന്നു കൊണ്ട് കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഇത്തരത്തിൽ ഒരു നെടുന്തൂണായി അല്ലെങ്കിൽ ബാക്ക് ബോണായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായി വരേണ്ടതിന്റെ ആവശ്യകത ഈ കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ സെന്റർ എന്ന പരാമർശത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ആത്മകഥ, അതുപോലെ വിജ്ഞാനദാഹം, അതുപോലെ സാംസ്കാരിക വൈവിധ്യം സംരക്ഷിക്കൽ, നാട്ടറിവ് സംരക്ഷിക്കൽ, ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 10-11ഓളം ലക്ഷ്യങ്ങൾ ഇത് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം കെ രമേശ് കുമാർ അധ്യക്ഷനായി. കഥാകൃത്ത് ടി പി വേണുഗോപാൽ മോഡറേറ്ററായി. ജില്ലയിലെ ലൈബ്രറി വ്യാപനം എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയനും വിജ്ഞാന സമൂഹ നിർമ്മിതിയും തദ്ദേശ സ്വയംഭരണ ലൈബ്രറി സംവിധാനവും എന്ന വിഷയത്തിൽ അഴീക്കോട് പഞ്ചായത്ത് ലൈബ്രറിയൻ ബിനോയ് മാത്യുവും വായനായനം പരിപാടി വിഷയത്തിൽ ലൈബ്രറി കൗൺസിൽ അംഗം ടി വി നാരായണനും പ്രാദേശിക ഭരണം, ജനസമ്പർക്കവും പങ്കാളിത്ത ആശയവിനിമയവും ഗ്രാമീണ ലൈബ്രറികളിലൂടെ എന്ന വിഷയത്തിൽ കേരള സർവകലാശാല ഗവേഷക കെ കെ റിഷ്ണയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. തദ്ദേശഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി അബ്ദുൽ ജലീൽ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരികോത്സവത്തിൽ ഒപ്പന, തിരുവാതിര, നാടോടി നൃത്തം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.